അതിൽ ആദ്യമായിട്ട് സിനിമ കാണാൻ പോണ ആ ഒരു ഫീലിംഗ് എൻ്റെ ഉള്ളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒരു മൂവി ലവർ അന്ന് ബോൺ ചെയ്തു എന്ന് വരെ എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിരുന്ന ഒരു ടൈം അതായിരുന്നു. ഇന്ന് മനസ്സിൽ പായാതെ കിടക്കണ ഒരു വലിയൊരു ഓർമ്മയാണ്. ശരിക്കും പറഞ്ഞാൽ അടിപൊളി ശരിക്കും എന്താന്ന് അറിയില്ല, ഒരു വേറെ എന്തൊക്കെയോ ഒരു വേൾഡിൽ പോയ പോലത്തെ ഒരു ഫീലൊക്കെ ആയിരുന്നു. സിനിമയോട് ഭ്രാന്തായിരുന്നു. നല്ല രസമായിരുന്നു. ആ പ്രൊജക്ടറിന്റെ സൗണ്ടും കിടക്കിടക്കിടക്കിടക്കിടന്നുള്ള സൗണ്ട് ഇല്ലേ. ആദ്യമായി കണ്ട സിനിമ എന്ന് പറഞ്ഞാൽ ഫാമിലിയുടെ കൂടെയാണ്. അച്ഛൻ്റെ കൂടെ അച്ഛൻ കൊണ്ടുപോയതാണ്. എനിക്കന്ന് ഒരു 7-8 വയസ്സ് കാണും. ആ ടൈമിൽ ആദ്യം കണ്ടത് നമ്മുടെ അടുത്ത് തന്നെ തിയേറ്ററിൽ പുല്ലൂർ ഒരു ദേവി തിയേറ്ററിലുണ്ട്. അതൊരു പടം ഇറങ്ങി ഒരു കൊല്ലം കഴിഞ്ഞതിന് ശേഷം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറഞ്ഞ പടമായിരുന്നു ആദ്യം കണ്ടത്. നമ്മുടെ ലാലേട്ടൻ്റെ വില്ലനായിട്ടുള്ള ആദ്യത്തെ പടം. പിന്നൊരു സംഭവം എന്ന് വെച്ചാൽ ആ പടം കഴിഞ്ഞിട്ട് പിന്നെ കുറേ നാളെ ഞാൻ തിയേറ്ററിൽ പോയിട്ടുമില്ല. പിന്നെ ഞാൻ തിയേറ്ററിൽ പോകണ ഒരു 12th ഒക്കെ കഴിഞ്ഞിട്ട്, അതുവരെ ഞാൻ തിയേറ്ററിൽ പോയിട്ടില്ല. അപ്പോൾ ആ ഒരു എപ്പോഴും ഫസ്റ്റത്തെ ഓർമ്മ, ഫസ്റ്റ് പടം എപ്പോഴാണ് എപ്പോഴാണ് തിയേറ്ററിൽ പോയി കണ്ടതെന്നുള്ളത് ചോദിച്ചാൽ എനിക്ക് ഭയങ്കര ക്ലിയറാണ്. കാരണം ഞാൻ കഴിഞ്ഞിട്ട് വേറെ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ എൻ്റെ ഫാമിലി അല്ലെങ്കിൽ ഞങ്ങളുടെ ആ ഒരു സർക്കിൾ ഓഫ് ഫാമിലി തിയേറ്ററിൽ സിനിമ കാണുന്നതിനോട് അത്രയും ഒരു കൂറുള്ള ആൾക്കാരായിരുന്നില്ല. കാരണം പൊതുവെ കുറച്ചും കൂടി ഓർത്തഡോക്സ് ആയിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ തിയേറ്ററിലെ സിനിമ കാണുന്നതിനെ കുറിച്ച് കണ്ടിരുന്നത്. അപ്പോൾ അധികം അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിട്ടില്ല പോയി തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണുക എന്നുള്ളത് ആ ഒരു ടൈമിൽ. പിന്നെ നമ്മൾ വലുതായി കുറച്ചും കൂടി ഒറ്റയ്ക്ക് പോകാറായി എന്നൊക്കെയുള്ള ഒരു അവസ്ഥയപ്പോഴാണ് കൂടുതലും ഫിലിംസ് ഒക്കെ കണ്ടു തുടങ്ങിയത്. വീട്ടിലെ അത്യാവശ്യം ഓർത്തഡോക്സ് കാര്യങ്ങളൊക്കെ കാരണം നമ്മൾ അങ്ങനെ ആരെയും സിനിമയ്ക്കോ കൂട്ടുകാരന്മാരുടെ കൂടെയോ വീട്ടിലെ എല്ലാവരും കൂടിയിട്ട് സിനിമയ്ക്ക് പോലെ നടക്കാറില്ല. ഇപ്പൊ പൊതുവെ വിടാറില്ല. അങ്ങനെ ഒരു അംബാസഡർ കാറിൽ ഇവിടുന്ന് എല്ലാവരും കെട്ടിപ്പറക്കിയിട്ട് ഒരു അംബാസഡർ കാറിലാണ് ഇത്ര പേര് കുത്തി നിറച്ചിട്ട് നമ്മൾ പോണേ. അച്ഛൻ തൊഴിലിട്ട് അമ്മയും പിന്നെ താഴെ അവിടെ അമ്മയെടുത്ത് കൊണ്ടുപോയി ഞങ്ങൾ തിയേറ്ററിലേക്ക്. ചേട്ടന്മാരെ എന്തായാലും മൊത്തമല്ല, അവർ തനിച്ചു പോകും. രാവിലെ സ്കൂളിൽ പോവാത്ത ദിവസമാണ് പോവുക അമ്മ അച്ഛനൊക്കെ. അച്ഛന് വലിയ താല്പര്യമൊന്നുമില്ല, അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അമ്മ സിനിമയ്ക്ക് പുറപ്പെടുക പറഞ്ഞാൽ ഞങ്ങൾക്ക് അന്ന് പിന്നെ ഒന്നും പഠിക്കാനും വേണ്ട, ഒന്നും വേണ്ട, എപ്പോഴാണ് അവർ പോണേ നോക്കി ഇങ്ങനെ ഇരിക്കലാണ് പണി. അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപ്പൻ സിനിമയ്ക്കൊന്നും കൊണ്ടുപോകില്ല. അപ്പൻ ഇപ്പോഴും സിനിമയോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളാണ്. അപ്പം ഞങ്ങൾ ഈ കസിൻസിൻ്റെ വീട്ടിലൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ചൊക്കെ കൂടുന്ന ടൈമിലാണ് സിനിമയ്ക്കൊക്കെ പോകാറ്. ഞങ്ങളുടെ ഏരിയ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ സിനിമ കാണുന്ന ഒരു സ്ഥലമായതുകൊണ്ട് പല തിയേറ്ററിലും ഹൗസ്ഫുള്ളായി ഓടിയിരുന്നു. അതുകൊണ്ട് തന്നെ ടിക്കറ്റൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ അമ്മാവൻ, അന്ന് ഞങ്ങളുടെ ചെറിയ രീതിയിലൊരു കൂട്ടുകുടുംബം, അമ്മാവൻ ടിക്കറ്റും വാങ്ങി ഞങ്ങളൊരു ഓട്ടോറിക്ഷയിൽ തിങ്ങി നിറഞ്ഞിട്ടാണ് സിനിമ കാണാൻ പോയത്. സെക്കൻഡ് ഷോ കാണാൻ അതിൻ്റെ ഒരു 3-4 കൂട്ടുകാരും കൂടി ഇവിടെ നടക്കും. ഇവിടെ നിന്ന് ഒരു 7 മണിയോട് കൂടി നടക്കും. 9:30 അവിടെ തൃശ്ശൂരെത്തും. പിന്നെ ഒരു സൈക്കിൾ ചവിട്ടേണ്ട സമയം വന്നപ്പോൾ സൈക്കിളുമ്പോൾ പോകും. 2 സൈക്കിൾ എടുക്കും, 4 ആൾ പോകും, ഡബിൾ വെച്ച് പോകും. ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ സൗദി അറേബ്യയിലാണ്. സോ അവിടെ ഞങ്ങൾക്ക് തിയേറ്റർ ഇല്ല. സോ ഗോയിങ് ടു എ ഫിലിം തിയേറ്റർ, മൂവി തിയേറ്റർ ഇസ് എ വെരി ബിഗ് ഡീൽ ഫോർ us. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് തിയേറ്റർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ വെക്കേഷൻസിനായിരുന്നു ഞങ്ങൾ കൂടുതലും സിനിമ കാണാൻ പോവാറൊക്കെ. അങ്ങനെ പറഞ്ഞാൽ അന്നെന്ന് പറഞ്ഞ ഒരു വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകുടുംബമാണ്. 8 അമ്മാവന്മാർ, 2 ഇളയമ്മമാർ. അങ്ങനെ അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ അമ്മാമ്മയ്ക്ക് 11 മക്കളാണ്. അപ്പം ഞങ്ങളെന്ന് പറഞ്ഞാൽ വലിയൊരു കൂട്ടുകുടുംബമായ കാരണം കൊണ്ട് ഇങ്ങനെ വെക്കേഷനിലൊക്കെ ഇങ്ങനെ സിനിമയ്ക്ക് ഒരുമിച്ച് പോകും. തിയേറ്ററിൽ ഇപ്പോൾ പുറത്തുനിന്ന് ആരും കയറ്റേണ്ട ആവശ്യം വരില്ല. ഓൾറെഡി ട്രയറിനെ നല്ല കൂളിങ്. അന്നത്തെ കാലത്ത് ഇത്ര ചൂടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നല്ല കൂളിങ്, അടിപൊളിയായിരുന്നു തിയേറ്ററിൻ്റെ ഉള്ളിൽ. ഓല മേഞ്ഞതായിരുന്നു അന്നൊക്കെ. പക്ഷെ ഓല മേഞ്ഞാലും നല്ല സുഖമായിരുന്നു, നല്ല തണുപ്പും ഒക്കെ തന്നെയായിരുന്നു. ചൂടൊന്നും അനുഭവപ്പെട്ടായിരുന്നില്ല. പിന്നെ അതൊന്നും അന്ന് ഞങ്ങൾക്ക് ചൂടും തണുപ്പൊന്നും ഞങ്ങൾക്ക് അതൊന്നും അല്ല വിഷയം. ഞങ്ങൾക്ക് സിനിമ കാണുക മാത്രമേ വിഷയമുള്ളൂ. തിയേറ്ററിനകത്ത് കയറി വർണ്ണയിലായിരുന്നു കണ്ടത്. അപ്പോൾ തിയേറ്ററിൽ കയറി കഴിഞ്ഞപ്പോൾ തിയേറ്റർ ജാം പാക്ഡ്, ആൾക്കാർ നിലത്തൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അത്രയും തിരക്കുള്ള ഒരു തിയേറ്റർ ആയിരുന്നു. അന്ന് ഫിലിം പെട്ടിയായിരുന്നു സൈക്കിൾ മേ കൊണ്ടുവരാ. അത് ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിലായിരിക്കും വരാം, ട്രെയിനിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ കാറിൽ അങ്ങനെ വരും. അവരുടെ ഈ വിതരണ കമ്പനിയില്ലേ, അവിടെ നിന്നായിരിക്കും. പാലക്കാടാ, ചിലപ്പോൾ തൃശ്ശൂരുണ്ടാവും അതിൻ്റെ ഏജന്റുമാർ. ഫിലിമുകൾ ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അങ്ങനത്തെ ഫിലിമൊന്നും കാണാൻ കിട്ടില്ല. അപ്പോൾ പണ്ടൊക്കെ ഇങ്ങനെ ഫിലിം ഞാനും എൻ്റെ സഹോദരനും കൂടിയിട്ട് ചിലപ്പോൾ ഈ സിനിമ ടാക്കീസിൻ്റെ ഒക്കെ സൈഡിലൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും.
അതൊക്കെ പെറുക്കിയെടുത്തുകൊണ്ട് പോകും. എന്നിട്ട് അത് ഞങ്ങളിങ്ങനെ കൂട്ടി വെച്ചിട്ട് അത് ഒന്നും മനസ്സിലാവുമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഒന്ന് കൈ പൊക്കണത്, പിന്നെ കൈ ഇങ്ങനെ താത്തിരുന്ന്, അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടുള്ള ഓരോന്നാണ് ആ സ്ക്രീനിൽ ഉണ്ടാവുക. പക്ഷേ അതൊന്നും ഞങ്ങൾക്ക് നിശ്ചയമായി. എങ്ങനെയാണ് ഇതിങ്ങനെ കാണിക്കണം, ഇതിങ്ങനെ വെച്ചാൽ എങ്ങനെയാണ് കാണുന്നത്, അതൊന്നും നമുക്ക് വലിയ പിടുത്തൊന്നുമില്ല. എന്നാലും അതൊക്കെ ഭയങ്കര ഒരു അത്ഭുതമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. പിന്നെ ഫാൻ ഇട്ടിരുന്ന് അതൊന്നും AC ഇല്ല, വെറുതെ സൈഡിൽ ഫാൻ ഇങ്ങനെ ഇറങ്ങും. പിന്നെ കുറേ സ്പീക്കറും വെച്ചിട്ടുണ്ടാവും. ആ സ്പീക്കറിൽ നിന്ന് മറ്റേ ബൂഫറും സബ് ബൂഫറും ഒന്നും ഇല്ല. സ്ഥിരം TV മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. അന്ന് ബോധമില്ലാത്ത പ്രായത്തിൽ TV ഉള്ളിൽ ഇവരിരുന്ന് അഭിനയിക്കണം എന്നൊക്കെ ഉള്ളൊരു ഫീലൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ നിന്ന് നേരെ വലിയൊരു സ്ക്രീനിലൊക്കെ ഇങ്ങനെ ഒരു സാധനമൊക്കെ കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേക ഫീലായിരുന്നു ആ സാധനമൊക്കെ. അതിൻ്റെ ഫിലിം റോളുണ്ട്. അത് 6 റീല എത്രയോ 7 അങ്ങാണ്ടാണെന്ന് തോന്നുന്നുണ്ട്. ഒരു റീല് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ ഒരു 5 മിനിറ്റ് അത് സ്റ്റോപ്പ് ആവും. അടുത്ത റീലിട്ട് പിന്നെ ആയിട്ടാണ് പ്രൊജക്ടർ വീണ്ടും ഓപ്പൺ ചെയ്യുക. ആ സൗണ്ടും അതൊരു നല്ലൊരു എക്സ്പീരിയൻസാണ്. തിയേറ്ററിൽ ഞങ്ങൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരു ഇൻ്റർവെല്ലുണ്ട്. ആ ഇൻ്റർവെൽ സമയം വന്നാൽ ഞങ്ങൾക്ക് പാട്ടുപുസ്തകമൊക്കെ അന്ന് കൊണ്ട് കാണുന്നതാണ്. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് അമ്മയൊക്കെ വാങ്ങും. പാട്ടുപുസ്തകം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് പാട്ട് പാടുക അങ്ങനെയൊക്കെ ചെയ്യും, പഠിക്കുക. അങ്ങനെ പാട്ടുകൾ, അത് കാരണം പഴയ പാട്ടുകൾ നല്ല രസമാണ്. പിന്നെ ഈ കടലയൊക്കെ കൊണ്ട് നടക്കും, അതൊക്കെ മേടിച്ച് തിന്നുക. അതൊക്കെയാണ് അന്നത്തേക്കൊരു ഹരം. സിനിമയ്ക്ക് പോവുക എന്ന് പറഞ്ഞാലത്തെ ഒക്കെ. പിന്നെ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബിഗ് സ്ക്രീനാണ്, നമ്മൾ ചെറുതാണ്, നമുക്ക് ആ ഒരു വിഷ്വൽ ഡയറക്റ്റ്ലി മൈൻഡിലോട്ട് പതിയുന്നത് ആ ഒരു കാര്യങ്ങൾ വരുമ്പോഴാണ്. പിന്നെ ഈവൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും അതിൻ്റെ സോങ്സ് ആണെങ്കിലും ഇപ്പം ഇത്ര പ്രായമായെങ്കിൽ കൂടെ നമുക്കത് ഇപ്പോഴും മൈൻഡിൽ, ആ കുഞ്ഞിൽ നമ്മൾ കിട്ടുന്ന ആ ഒരു എഫക്റ്റ് ഇപ്പോഴും മൈൻഡിൽ അങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു. ഞാൻ ആ സിനിമയിലെ പാട്ടും കാര്യങ്ങളൊക്കെ പാടി നടക്കുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. സിനിമയുടെ കഥ മൊത്തത്തിൽ മനസ്സിലായിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും ഞാൻ ആ സിനിമ ഹാളിൽ കയറുന്നതും ആൻഡ് ഇത്ര വലിയൊരു സ്ക്രീനിൽ കാണുന്നതും ആൻഡ് ഇത്ര സൗണ്ടും കാര്യങ്ങളൊക്കെ എനിക്കത് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിരുന്നു. സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കോളാമ്പി പോലെ ഇല്ലേ, അങ്ങനത്തെ ഒരു സംഭവമാണ്. പുറത്തിങ്ങനെ പാട്ട് വെക്കും ഫസ്റ്റ് തന്നെ. അപ്പോൾ ആ പാട്ട് വെക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം അറിയാം ഇങ്ങനെ സിനിമ കുറച്ച് കഴിയുമ്പോൾ സ്റ്റാർട്ടാവും. അതിന് അപ്പോഴേക്കും ഞങ്ങൾ ഓടി എല്ലാവരും തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വരിക്ക് നിൽക്കണം. നമ്മൾ ആ വരിക്ക് നിന്നിട്ടാണ് ടിക്കറ്റ് എടുക്കുക പണ്ട് കാലത്ത്. ഇത്രയും വലിയ ആൾക്കാരായിട്ടാണ് പോണേ. അത് കഴിഞ്ഞിട്ട് ആ ടിക്കറ്റ് എടുക്കുക. ടിക്കറ്റ് കിട്ടണമല്ല, നമുക്ക് ബുക്കിംഗ് ഒന്നും ഇല്ല. അവിടെ പോയി ടിക്കറ്റ് പറഞ്ഞു വെച്ച് കിട്ടി. അങ്ങനെയൊക്കെ ആക്കിയിട്ടൊക്കെയാണ് നമ്മൾ ഈ സാധനം സിനിമയ്ക്ക് കയറണത് തന്നെ. തിയേറ്ററിൽ പോയി ആദ്യം ഒരു ചെറിയൊരു ജനൽ പോലത്തെ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ ടിക്കറ്റ് വാങ്ങിച്ചത്. അന്ന് അച്ഛൻ്റെ കൂടെ നിന്നിട്ട് ടിക്കറ്റ് വാങ്ങിയതും എനിക്ക് ഓർമ്മയുണ്ട്. കാരണം എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൗതുകമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. സ്ത്രീകൾക്കൊരു വരി, പുരുഷന്മാർക്കൊരു വഴി. അപ്പോൾ സ്ത്രീകൾ കുറച്ച് പേരുള്ളപ്പോൾ അവരോട് പോയി ടിക്കറ്റ് എടുക്കാൻ പറയും. അങ്ങനെ ടിക്കറ്റ് വാങ്ങി നേരെ എല്ലാവരും കൂടെ ഓരോന്ന് ടിക്കറ്റ് കൊടുത്ത് ഉള്ളിൽ കയറി. ഇപ്പോൾ ആ സംഭവം നമ്മൾ മിസ് ചെയ്യേണ്ട. ഇടയ്ക്ക് ഈ ബുക്ക് മൈ ഷോയിൽ പോയിട്ട് ബുക്ക് ചെയ്ത് കയറുമ്പോഴും ആ ഒരു നമ്മൾ ആ വെയിറ്റ് ചെയ്ത് ആ ഒരു സിനിമ അല്ലെങ്കിൽ ആ ഒരു ആർട്ട് കാണാൻ പോകുന്ന എക്സ്പീരിയൻസ് ഇപ്പം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. പടത്തിൻ്റെ എക്സ്പീരിയൻസിനേക്കാളും എനിക്ക് എന്താ പറയുക, അതായത് അങ്ങനെ ഒരു സ്പേസിലോട്ട് പോയത് ആദ്യമായിട്ട്. അപ്പോൾ ആ ഓർമ്മകളാണ് എനിക്ക് കൂടുതലുള്ളത്. ലൈക്ക് ഒരു ഭയങ്കര ഡാർക്കായിട്ട് ഒരു സ്പേസിൽ ഈ പറയണ പോലെ സ്ക്രീൻ നോക്കി ആ സിനിമ കാണാമെന്നുള്ള ആ ഒരു എക്സ്പീരിയൻസ്, ആ സാധനം എനിക്ക് അപ്പോഴാണ് ആദ്യമായിട്ട് അറിയുന്നത്. എല്ലാത്തരം ഇമോഷൻസും അതിപ്പോൾ നമ്മൾ ആ ലൈഫിലോട് പോയിട്ട് കൂടി ഉണ്ടാവില്ല, പക്ഷെ എന്നാലും കണക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു തരം ഇമോഷൻസൊക്കെ നമുക്കത് അവിടെ നിന്ന് തന്നെ കിട്ടുള്ളൂ, തിയേറ്ററിൽ നിന്ന് തന്നെ കിട്ടുള്ളൂ. അതിപ്പോൾ നമ്മളിപ്പോൾ ഫോണിൽ കണ്ടാലും ഇതിൽ കണ്ടാലും പിന്നെ ആൾക്കാരൊപ്പം കാണുന്നൊരു ഇമോഷൻസും വേറെയാണ്. അപ്പോൾ അത് അവിടെ നിന്നാണ്, ഇത് ഫസ്റ്റ് ഇതിൽ നിന്നാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇത്രയും വലിയൊരു എന്താ പറയുക സ്ക്രീനിൽ ഇത്രയും കാര്യമായിട്ട് ഇമോഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതൊരു ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അപ്പോൾ ആ സങ്കല്പത്തിലേക്ക് പെട്ടെന്ന് കണ്ണിൻ്റെ മുമ്പിൽ ആ വിഷ്വൽ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നിയിട്ടുള്ളൊരു പ്രത്യേക ഫീലിംഗ് ഉണ്ടായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നതെന്ന് എനിക്ക് ഇന്ന് ഓർമ്മയില്ല, പക്ഷേ ആ പ്രേതം വരണതും അത് നമ്മുടെ അടുത്തേക്ക് വരുമോ എന്നുള്ളൊരു പേടിയും ഒരു പ്രത്യേകതരം കൗതുകത്തോട് കൂടിയിട്ടാണ് അന്ന് ആ അഭ്രപാളികളെ നമ്മൾ നോക്കിക്കണ്ടത്. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ എത്ര അടിപൊളി ആയതുകൊണ്ട് തന്നെയാണ് എനിക്ക് പിന്നെയും സിനിമകൾ പോയി കാണാനും ഒക്കെ ഉള്ള ഒരു ഇൻട്രസ്റ്റ് പിന്നീട് കൂടിയത്. ഇത് കുറച്ച് ഇൻറ്റിമിഡേറ്റിംഗ് ആയിരുന്നു പറയണ പോലെ. അങ്ങനെ ഞാൻ കാഷ്വലായിട്ട് ഇരുന്നല്ല പടം കണ്ട്.
കുറച്ച് ഒരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അത് പടത്തിൻ്റെ മൂഡായിരുന്നില്ല, ആ സ്പേസിൻ്റെ ഒരു അത് നല്ല എക്സ്പീരിയൻസ്. ആ കാലഘട്ടം ഒരു അടിപൊളിയായിരുന്നു. അതൊരു ഇന്ന് മനസ്സിൽ പായാതെ കിടക്കണ ഒരു വലിയൊരു ഓർമ്മയാണ് അങ്ങനത്തെ ആ തിയേറ്ററിൽ പോയി കാണുന്ന ഒരു സീൻ. അത്ര ഫീല് കിട്ടിയിട്ടുണ്ടാവണമല്ലോ, അല്ലെങ്കിൽ ഇപ്പൊ എത്ര 10-22 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടും അതിനെപ്പറ്റിയൊക്കെ ഓർത്തിരിക്കില്ലല്ലോ. എനിക്ക് ആ പ്രായത്തിലുള്ള വേറെ ഒന്നും പ്രത്യേകിച്ച് ഓർമ്മയില്ല, 3 വയസ്സിലുള്ളതൊന്നും. പക്ഷെ ഇതൊക്കെ നല്ല ഓർമ്മയുണ്ട് ഇപ്പോഴും. ഒരു ഇമോഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പേരുള്ള ഒരു ക്യാരക്ടറിനോട് എനിക്ക് റിലേറ്റ് ചെയ്യണം എന്നുള്ളൊരു ഫീലിലാണ്. ഈവൻ ചെറുതാണെങ്കിൽ പോലും ആ ഒരു ഫീലിലാണ് ഞാൻ സിനിമ കാണാൻ പോകുന്നത്. എനിക്ക് ഉറപ്പ് അന്നാണ് എൻ്റെ ഉള്ളിൽ എനിക്ക് സിനിമ ഒരു മൂവി ലവർ അന്ന് ബോൺ ചെയ്തു എന്ന് വരെ എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. അത് പ്രത്യേകത ഒറിജിനൽ അത്